പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം മുഴുവനും ദിവ്യകാരുണ്യത്തെക്കുറിച്ചാണ് സുവിശേഷകൻ പറയുന്നത്. യേശു കഫർനാമിലെ സിനഗോഗിൽ വെച്ച് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. തൻ്റെ ശരീരം ഭക്ഷണമായും രക്തം പാനീയമായും എല്ലാവർക്കും നൽകും. അത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, അത് ഭക്ഷിക്കാത്തവൻ മരിക്കും. കർത്താവ് ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേര് കർത്താവിൻ്റെ വചനം കേട്ട് പിറുപിറുത്തു. പിന്നീട് ഒരിക്കലും അവർ ഈശോയുടെ കൂടെ നടന്നില്ല. കാരണം അവൻ്റെ ശരീരം ഭക്ഷിക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല. നമുക്കറിയാം, ഇന്ന് അവൻ്റെ ശരീരം ഭക്ഷിക്കാനും അവൻ്റെ രക്തം പാനം ചെയ്യാനും നമുക്ക് താല്പര്യമാണ്. അപ്പോൾ ഈശോ അവസാനം ആ ശിഷ്യന്മാരോടും ചോദിച്ചു. അപ്പോസ്തലന്മാർ കുറേ പേര് വിട്ടുപോയി തൻ്റെ ശ്രോതാക്കളിൽ. അപ്പോൾ പത്രോസിനോട് കൂട്ടരോടും ഈശോ ചോദിക്കുകയാണ്. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞ, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഈശോ ആരെയും നിർബന്ധിച്ച് പിടിച്ച് നിർത്തുന്നില്ല. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരോടും പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. നിർബന്ധിച്ച് പിടിച്ച് ആരെയും കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. കർത്താവിനെ അനുഭവിച്ചിട്ട് നല്ലതാണെന്ന് മനസ്സിലാക്കിയാൽ ധൈര്യപൂർവ്വം കർത്താവിൻ്റെ പിന്നാലെ പോകാം. അപ്പോൾ പത്രോസ്ലിയ മറുപടി പറഞ്ഞതുപോലെ നമുക്ക് പറയാം, കർത്താവേ, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പിന്നെ എങ്ങോട്ടാണ് ഞങ്ങൾക്ക് പോകാൻ കഴിയും? നിത്യജീവൻ്റെ ഉറവിടം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. നിത്യജീവൻ്റെ വഴി ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇനി എന്തിന് അത് ഉപേക്ഷിച്ച് പോകണം? അതാണ് പത്രോസ്ലിഹ ചോദിക്കുന്നത്. അപ്പം വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചപ്പോൾ ചിലർക്കത് വളരെ കഠിനമായി തോന്നി, ചിലരതിനെക്കുറിച്ച് ബെറുബെറുത്തു. അങ്ങനെ തുടക്കം മുതൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഒരു എതിർപ്പ്. കർത്താവ് സത്യമാണ് പറഞ്ഞത്. കർത്താവ് ഒരിക്കലും അതൊന്നും തിരുത്തി പറഞ്ഞു കേട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 60-ാം തിരുവചനം, ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? കാരണം എന്തായിരിക്കും അവർക്കത് കഠിനമായി തോന്നാൻ കാരണം? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സ് അവർക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അന്ധകാരം നിറഞ്ഞ ഒരു ഹൃദയമാണ്, അന്ധകാരം നിറഞ്ഞ ഒരു ബുദ്ധിയുമാണ് അവരുടേത്. അതിനാൽ കർത്താവിൻ്റെ ഈ വചനങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇത് കഠിനമാണ്. അവരെന്നേക്കുമായി കർത്താവിനെ വിട്ടുപോയി. അവർ പോയത് നടന്നകന്ന് പോയത് അന്ധകാരത്തിലേക്കാണ്, പിശാചിൻ്റെ വഴിയിലേക്കാണ് അവർ പോയത്. വിശുദ്ധ കുർബാനയിൽ നന്നായി പങ്കെടുത്ത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാക്കി തീർക്കുന്ന അനേകം മനുഷ്യരുണ്ട്. നിത്യവും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ അത് വലിയൊരു കുറവാണെന്ന് മനസ്സിലാക്കിയ ഒരുപാട് പേര് ഇന്ന് സഭയിലുണ്ട്. സിയനായിലെ വിശുദ്ധ കാതറിൻ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ റീത്ത പുണ്യവതി ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച ആളാണ്. വിശുദ്ധ പാദ്രെ പിയോ ദിവ്യകാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ച വിശുദ്ധനാണ്. അതൊക്കെ വിശുദ്ധരുടെ ജീവിതത്തിൽ. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ വിശുദ്ധ കുർബാന ചൊല്ലിച്ചുകൊണ്ടും തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലെല്ലാം വിശുദ്ധ കുർബാന ചൊല്ലിച്ചും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് സഭയിലുണ്ട്. തങ്ങളുടെ മക്കളെ ഭാവി ആരാധന നടത്തിയും വിശുദ്ധ കുർബാന സ്വീകരിച്ചും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചും സുരക്ഷിതമാക്കുന്ന അനേക മാതാപിതാക്കൾ ഇന്ന് സഭയിൽ ഉണ്ട്. തങ്ങളുടെ കൃഷിയിടം അനുഗ്രഹത്തിൻ്റെ ഇടമാക്കുന്ന അനേക കൃഷിക്കാർ സഭയിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഒരു കുടുംബനാഥൻ, അച്ഛൻ ഞാൻ നട്ട കപ്പ മുഴുവനും
കാട്ടുമൃഗങ്ങൾ കയറി നശിപ്പിച്ച് എൻ്റെ പറമ്പിൽ മുഴുവനും കാട്ടുമൃഗങ്ങൾ കയറി നശിപ്പിക്കുകയാണ്. അച്ഛൻ ഒരു കുർബാന എനിക്ക് വേണ്ടി ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത്, ഈ മനുഷ്യന് എത്രത്തോളം വിശ്വാസമോ. അദ്ദേഹത്തിൻ്റെ നിയോഗപ്രകാരം ഒരു കുർബാന ചൊല്ലി. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയാ, അച്ഛാ അതിനുശേഷം എൻ്റെ പറമ്പിൽ ഒരു കാട്ടുമൃഗങ്ങളും കയറിയിട്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത് വലുതായിരുന്നു. മനുഷ്യബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ തോന്നും, ഒരു കുർബാന ചെല്ലിച്ചാൽ കാട്ടുമൃഗങ്ങൾ എൻ്റെ കൃഷിയിടം നശിപ്പിക്കാതിരിക്കുമോ? നശിപ്പിക്കാതിരിക്കും. അത് കർത്താവ് നൽകുന്ന ഒരു വിശ്വാസമുണ്ടായിരിക്കണം എന്ന് മാത്രം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദിവ്യകാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ച് അതിനെ തരണം ചെയ്യുന്നവരുണ്ട്. കുടുംബ പ്രശ്നങ്ങളിൽ കർത്താവിൽ ആശ്രയിച്ച് ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കുന്ന അനേക പേരുണ്ട്. അവരതിലൂടെ രക്ഷ നേടുന്നുമുണ്ട്. പൈശാചിക പീഡകളുടെ മുമ്പിൽ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ച് രക്ഷപ്പെടുന്നവരും ഒത്തിരിയുണ്ട്. ചുരുക്കത്തിൽ സഭാമക്കളുടെ ഏറ്റവും വലിയ അഭയസ്ഥാനം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ്. സഭാമക്കളുടെ ആശ്രയം എന്ന് പറയുന്നത് ഈ ദിവ്യകാരുണ്യമാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കാൻ പഠിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. എങ്ങനെ ഈ ഒരപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും? സത്യത്തിൽ നമുക്കറിയാം, ഇന്ന് ആരാധനയ്ക്കായി വരുന്ന അനേക മനുഷ്യർ, പള്ളിയിൽ വരുന്ന ഒത്തിരി മനുഷ്യർ, ഇവരെല്ലാം ഈ അപ്പം ക്രിസ്തുവാണെന്ന് 100% വിശ്വസിക്കുന്ന ആൾക്കാർ ചുരുക്കമാണ്. ഇങ്ങനെ ദിവ്യകാരുണ്യം അനുഭവമാക്കിയ അനേക മനുഷ്യർ, ഇവരൊക്കെ പത്രോസ്ലിഹ പറഞ്ഞതുപോലെ, കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നിൻ്റെ പക്കലുള്ള നിത്യജീവൻ്റെ വചനങ്ങളും നിന്നിലുള്ള നിത്യജീവനും ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾ മറ്റെങ്ങോട്ട് പോകണം എന്ന് പറയുന്നവരാണ്. ക്രിസ്തുവിൽ രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പത്രോസ്ലിഹ പറഞ്ഞത്, ഈ വാക്കുകൾ പറഞ്ഞത്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരു ദിവസം വിശുദ്ധ കുർബാന നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വേദനാജനകമായിരിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വിയറ്റ്നാം ഗവൺമെൻറ് തടവിലാക്കിയ ആർച്ച് ബിഷപ്പ് വാൻ ത്വാൻ തടവിലായിരുന്ന സമയത്ത് അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിച്ചത് തൻ്റെ ഉള്ളം കൈയിൽ 3 തുള്ളി വീഞ്ഞും 1 തുള്ളി പച്ചവെള്ളവും ഒഴിച്ച് അതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് ജീവിച്ച വാൻ ത്വാൻ, അദ്ദേഹം നീണ്ട 13 വർഷങ്ങൾ ആ തടവറയിൽ അങ്ങനെ വിശുദ്ധ ബലി അർപ്പിച്ച് ജീവിച്ചു. തനിക്ക് വയറുവേദനയുടെ മരുന്നാണ് എന്ന് ജയിലധികൃതരോട് പറഞ്ഞാണ് തന്നെ കാണാൻ വരുന്നവരിലൂടെ ആ വീഞ്ഞ് അദ്ദേഹം സ്വന്തമാക്കിയത്. പ്രത്യാശയുടെ സാക്ഷ്യം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ കാര്യം വളരെ മനോഹരമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ആ ബലി അദ്ദേഹത്തിന് ആ തടവറയിൽ ഒരു അനുഗ്രഹമായിരുന്നു. 2000 ആണ്ടിൽ ജോൺ പോൾ II മാർപ്പാപ്പ അദ്ദേഹത്തോടാണ് പറഞ്ഞത്, താൻ ഉൾപ്പെടുന്ന റോമൻ ക്യൂരിയായെ ഈ നൂറ്റാണ്ടിൻ്റെ 2000 ആണ്ടിൻ്റെ ആ ജൂബിലി വർഷത്തിൽ റോമൻ ക്യൂരിയയ്ക്ക് വേണ്ടി ധ്യാനിപ്പിക്കാൻ ഈ വാൻ ത്വാനോടാണ് ജോൺ പോൾ II മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ദിവ്യകാരുണ്യം നമുക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ജീവിക്കുകയില്ലായിരുന്നു. ഈ ദിവ്യകാരുണ്യം ക്രിസ്തു തന്നെയാണ് എന്ന് സഭയുടെ ശത്രുക്കൾക്കും അറിയാം, പിശാചിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് സഭയെയും ഈ ദിവ്യകാരുണ്യത്തെയും പലപ്പോഴും ആക്രമിക്കുന്നതും അവഹേളിക്കുന്നതും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 47-ാമത്തെ തിരുവചനം, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാരും മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്നതും ബഹുമാനിക്കാതിരിക്കുന്നതും ദൈവത്തിന് നേരെ ചെയ്യുന്ന ആക്രമണമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ
ദിവ്യകാരുണ്യത്തിനെതിരെയുള്ള എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് നേരിട്ട് നമ്മൾ ചെയ്യുന്ന ആക്രമണമായി പോകുന്നത്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യത്തെ നമ്മളെപ്പോഴും ബഹുമാനിക്കണം, ദിവ്യകാരുണ്യത്തെ എപ്പോഴും വണങ്ങണം. നമ്മുടെ ഭാഗത്തു നിന്ന് ദിവ്യകാരുണ്യത്തിന് നേരെ ഒരു ബഹുമാനക്കുറവും ജീവിതത്തിൽ ഒരു നിമിഷത്തിലും ഉണ്ടാകരുത് എന്ന് നമ്മൾ പറയുന്നത്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതാണ് ഈശോ പഠിപ്പിച്ചത്. മരുഭൂമിയിലെ മന്നയെക്കുറിച്ചും ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ മുന്നോടിയാണ് മന്ന. സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവം കൊടുത്തതാണ് ഈ മന്ന. പക്ഷേ ദിവ്യകാരുണ്യം അതുപോലെയല്ല എന്ന് ഈശോ. അത് സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകിയ ഒരു അപ്പം, മാലാഖമാരുടെ അപ്പം എന്ന് നമ്മൾ. പക്ഷേ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന ഈശോ തന്നെയാണ്. ഈ ദിവ്യകാരുണ്യം ഈശോ തന്നെയാണ്. മന്ന ദൈവം നൽകിയ അപ്പമാണ്. അതാണ് വ്യത്യാസം. ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് ഒരിക്കലും ഇതൊരനുഭവമാക്കാൻ പറ്റില്ല. ദിവ്യകാരുണ്യം നമുക്ക് അനുഭവമാകണം. അത് നമ്മുടെ അനുഭവത്തിലൂടെ തന്നെ നമുക്ക് പ്രാർത്ഥനയിലൂടെ തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് തന്നെ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിച്ച് തന്നെ അത് നമുക്കൊരു അനുഭവമാക്കണം. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കും, നമ്മുടെ ആത്മാവിനെ ചൂടുപിടിപ്പിക്കും. ചൂടുപിടിപ്പിക്കുന്ന അഗ്നിയാണ് ദിവ്യകാരുണ്യം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 44-ാമത്തെ വചനം മുതൽ 44 മുതലുള്ള വചനങ്ങളിൽ ദൈവത്തിനെതിരായ പ്രവൃത്തി ചെയ്യുന്ന പിശാചിനെക്കുറിച്ച് ഈശോ ഓർമ്മപ്പെടുന്നു. നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ദിവ്യകാരുണ്യത്തിന് ഏറ്റവും എതിരായ ഒരു ജീവിതശൈലിയാണ് തിന്മയ്ക്കടിപ്പെട്ട് ജീവിക്കുന്ന, പിശാചിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ശൈലി. ഈശോ വളരെ വ്യക്തമായിട്ട് അതിവിടെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യത്തെ എതിർത്തവരെ നോക്കി, ക്രിസ്തുവിനെ നേരിട്ട് എതിർത്തവരെ നോക്കി കർത്താവ് പറഞ്ഞ മറുപടിയാണിത്. ക്രിസ്തുവിനെ നേരിട്ട് ആക്രമിച്ചവർക്ക് ക്രിസ്തു കൊടുത്ത മറുപടിയാണിത്. നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. വിശുദ്ധ കുർബാനയുടെ നേരെ എതിര് ഇവിടെ നമ്മൾ കാണുന്നത് നുണ പറഞ്ഞ് ദൈവമക്കളെ വഴിതെറ്റിക്കുന്ന തിന്മയുടെ ശക്തി, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദൈവമക്കളെ അകറ്റുന്ന പൈശാചിക ശക്തി. ഈ വചനം കഠിനമാണ്, ഇത് ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കും എന്ന് പറഞ്ഞ് പിന്നീട് ഒരിക്കലും ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാതിരുന്ന അവരെ നയിച്ച ആ ശക്തി ഈ പൈശാചിക ശക്തിയാണ്. ഇത് ശ്രവിക്കാൻ ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉടമ പിശാചാണ്. അവൻ്റെ സ്വരം ശ്രവിച്ച ആരും പിന്നീട് ഒരിക്കലും യേശുവിൻ്റെ കൂടെ നടന്നില്ല, ക്രിസ്തുവിനെ അവരിട്ട് അന്വേഷിച്ചും ഇല്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളും അകന്നു ജീവിക്കുമ്പോൾ നമുക്കും വന്നു ഭവിക്കാവുന്ന വലിയൊരു ആപത്താണിത്. നുണയനും നുണയുടെ പിതാവുമായവൻ്റെ സ്വരം കേൾക്കുന്നവരാണ് അവർ. കാരണം ദേവാലയത്തിലും ദിവ്യകാരുണ്യ സന്നിധിയിലും ആയിരിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിൻ്റെ നല്ലൊരു ശതമാനവും അവർ ക്രിസ്തുവിനായിട്ട് കൊടുത്തു. അവരുടെ ഹൃദയത്തിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ളവരിലേക്ക് പിശാചിൻ്റെ ഒരു സ്വരം കടന്നു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
അവർ പിശാചിൻ്റെ സ്വരം കേട്ടെങ്കിലും അവർക്കത് വളരെ വേഗം തള്ളിക്കളയാനായിട്ട് സാധിക്കും. എന്നാൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരിലേക്ക് പിശാചിൻ്റെ സ്വരം വളരെ വേഗം കയറി വരും. അവിടെ അവർക്കൊരു തടസ്സവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ദിവ്യകാരുണ്യം നമ്മൾ ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും കടപ്പെട്ട ദിവസങ്ങളിലും ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നും തിരുസഭ സഭാമക്കളെ പഠിപ്പിക്കുന്നത് ഈ പൈശാചിക സ്വരം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മൾ ദിവ്യകാരുണ്യത്തിൽ നിന്നും അകന്ന് ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ് തിരുസഭ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണെന്നാണ് ഈശോ പറയുന്നത്. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ്. എവിടെയാണ് ആദ്യം? ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതം. ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ തുടങ്ങിയതാണ് അവൻ്റെ കൊലയുടെ ജീവിതം. ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവനെ അപഹരിച്ചത് ഈ കൊലയാളിയാണ്. ദൈവത്തെ എതിർത്താൽ, ദൈവത്തെ ധിക്കരിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് അവരെ പഠിപ്പിച്ചത് ഈ നുണയനാണ്. നുണയൻ്റെ വാക്ക് കേട്ടവർ എല്ലാം നശിപ്പിച്ചു. അവർക്ക് മരണം സംഭവിച്ചു. പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നുണയൻ്റെ വാക്ക് കേട്ടവർക്ക്, കാരണം അവൻ നുണയാണ് പറഞ്ഞത്, സത്യമല്ല അവൻ പറഞ്ഞത്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചത്. അത് നുണയായിരുന്നു. നുണയായതുകൊണ്ട് അവരുടെ ജീവിതം തകർന്നു. അവരുടെ ജീവൻ അവർക്ക് നഷ്ടമായി. ആദത്തെയും ഹവ്വായെയും അതിലൂടെ അവൻ കൊല ചെയ്യുകയായിരുന്നു. അവൻ്റെ വാക്ക് ഇന്ന് കേൾക്കുന്നവരെല്ലാവരും തങ്ങളുടെ ജീവനെ, നിത്യജീവനെ കൊല ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ആദിമാതാപിതാക്കൾക്ക് എന്ത് സംഭവിച്ചു? പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വീണ്ടും അവർ കടന്നുപോയി. അവരുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഫലമായി ജനിച്ച 2 കുഞ്ഞുങ്ങൾ, കായേനും ആബേലും. കായേൻ തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. അവരുടെ ജീവിതത്തിലേക്ക് കൊലപാതകത്തിൻ്റെ തിന്മ കടന്നു വന്നു. അപ്പോൾ അവരുടെ ജീവിതം മുഴുവനും നുണയൻ്റെ വാക്ക് കേട്ടതുകൊണ്ട് അവരുടെ ജീവിതം മുഴുവനും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങപ്പെട്ടു. അപ്പം തിന്മയായ പിശാച് അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. അവൻ കടന്നു കയറി. അപ്പോൾ ആദ്യ മാതാപിതാക്കൾ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്ന് ഹവ്വായെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞു. നുണയൻ്റെ വാക്ക് കേട്ട് ആ ജീവിതം തകർത്ത് കളഞ്ഞപ്പോൾ പിന്നെ അവൻ പറഞ്ഞു, നീ എനിക്ക് തന്ന ഈ കൂട്ടുകാരി, ഇവളാണ് എന്നെ പാപത്തിലേക്ക് വീഴ്ചത്. കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതാണ് ആദത്തിൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിലും വന്നു ഭവിച്ച മാരകമായ വിപത്ത്. അവരിലെ സ്നേഹം എന്നേക്കുമായി നഷ്ടമായി. പരസ്പരം തകർന്ന, കുറ്റപ്പെടുത്തുന്ന കുടുംബജീവിതമായി അവരുടെ ജീവിതം മാറി. ആ കുടുംബത്തിലേക്ക് കൊലപാതകത്തിൻ്റെയും മറ്റെല്ലാ തിന്മകളുടെയും പ്രവേശനം സാധ്യമായി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യം സ്നേഹ അനുഭവത്തിൽ നമ്മളെ നിലനിർത്തും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്തെങ്കിലും സ്നേഹം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യം നമുക്ക് നഷ്ടമാകുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാകേണ്ടത്. ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യം സ്നേഹത്തിൻ്റെ ചൈതന്യമാണ്, സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് ആ കുടുംബങ്ങളിൽ വളരുക. എവിടെ സ്വാർത്ഥത കടന്നു വരുന്നുണ്ടോ അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യം ഇല്ല, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരുക്കമില്ലാതെ ദിവ്യകാരുണ്യം സ്വീകരിച്ച് വീണ്ടും നമ്മൾ പാപത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ തകർച്ച നമുക്കിന്ന് സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഈശോ തന്ന ദിവ്യ ഔഷധമാണ് വിശുദ്ധ കുർബാന. പഴയ നിയമത്തിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തകർച്ചകളുടെയും വീണ്ടും തകർച്ചകളുടെയും ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ചതിൻ്റെയും എല്ലാം ഒരുപാട് തിക്താനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതേ തിക്താനുഭവങ്ങൾ ദിവ്യകാരുണ്യ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ മാറി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാൻ എളുപ്പമാണ്. കാരണം
നുണയനെപ്പോഴും നുണ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു കൊണ്ടിരിക്കും. നുണയൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കുടുംബത്തിലേക്ക് അത് തിന്മ കയറി വരുന്ന, അന്ധകാരം കയറി വരുന്ന വഴിയാണ് എന്ന് നമ്മളിന്നും മനസ്സിലാക്കണം. ദിവ്യകാരുണ്യ സംസ്കാരം, സ്നേഹ സംസ്കാരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ ഹൃദയത്തിൽ പരസ്പര വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയും വളർത്തുന്നത് ദിവ്യകാരുണ്യ സംസ്കാരത്തിന് എതിരായ ചൈതന്യമാണ്. അത് ഈ നുണയൻ ചെയ്യുന്ന പണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 53-ാമത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ആ നിത്യജീവനിലേക്കാണ് ഈശോ നമ്മളെ ഇന്ന് ക്ഷണിക്കുന്നത്. ഒരു ദിവസം ബോധപൂർവം കുർബാന മുടക്കുമ്പോൾ, അല്ലെങ്കിൽ നിസ്സാര കാരണങ്ങളുടെ പേരിൽ ഞാൻ ദിവ്യകാരുണ്യം മുടക്കുമ്പോൾ, വിശുദ്ധ കുർബാന മുടക്കുമ്പോൾ എന്നിൽ തിന്മ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുമ്പോൾ വീണ്ടും നുണയനും പിശാചും തിന്മയുമായവൻ എന്നിൽ ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ പലതവണ ആയി കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അവൻ ശക്തി പ്രാപിക്കുകയാണ്, തിന്മ, പൈശാചിക ശക്തി. കളഞ്ഞുപോയ സ്നേഹത്തിൻ്റെ സംസ്കാരം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ദിവ്യകാരുണ്യ ചൈതന്യത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് എപ്പോഴും കാരണമായിട്ടുള്ള. കാരണം ദിവ്യകാരുണ്യത്തിൽ എത്തിച്ചേരുന്ന ഒരു മനുഷ്യനും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അത് പരസ്പര സ്നേഹത്തിൽ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. കാരണം ക്രിസ്തുവു സ്നേഹം കൂട്ടിച്ചേർത്താണ് ദിവ്യകാരുണ്യം നമുക്കായി നൽകിയത്. അപ്പോൾ ഈ ദിവ്യകാരുണ്യ സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആദിമ ക്രിസ്ത്യാനികളുടെ ചൈതന്യത്തിൽ എന്നും ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം അവരാരും അവർക്കുണ്ടായിരുന്ന വസ്തുവകൾ തങ്ങളുടെ സ്വന്തമെന്ന് അവകാശപ്പെട്ടിട്ടില്ല. അത്രത്തോളം അവർ വളർന്നു കഴിഞ്ഞു. എല്ലാം പങ്കുവയ്ക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു കഴിഞ്ഞു. ഉദ്ധിതനായ ഈ കർത്താവിൻ്റെ സ്നേഹ സംസ്കാരത്തിൽ, ഈ ദിവ്യകാരുണ്യ ചൈതന്യം, കർത്താവ് നൽകിയ തൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് ഇറങ്ങുന്ന ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള വലിയ ഒരു ആഗ്രഹം. ഈ ആഗ്രഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് ദിവ്യകാരുണ്യ സംസ്കാരം, ആ ദിവ്യകാരുണ്യ ചൈതന്യം നമ്മളിൽ വളരുക. നമ്മൾ ദിവ്യകാരുണ്യ സംസ്കാരത്തിലാണ് എന്ന് പറയുകയും നമ്മൾ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ നമ്മൾ ഒരിക്കലും ആ ദിവ്യകാരുണ്യം യോഗ്യതയോടെ അല്ല ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ആത്മപരിശോധന ചെയ്തതിന് ശേഷം മാത്രം ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുക. കാരണം നിങ്ങളിൽ പലരും രോഗികളായിരിക്കുന്നതും ചിലർ മരിച്ചു പോകാനും കാരണം വേണ്ടത്ര ആത്മശോധന ചെയ്യാതെ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്തതാണ് അതിൻ്റെ കാരണമെന്ന് അപ്പോസ്തലൻ കൊരിന്ത്യക്കാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹ സംസ്കാരത്തിൽ ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജീവിതം അതിനാൽ തന്നെ ദിവ്യകാരുണ്യ ചൈതന്യത്തിന് എതിരായിത്തീരും. ഈശോയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരണം അവിടുന്ന് തന്നെ നമുക്ക് ഭക്ഷിക്കാനും പാനം ചെയ്യാനും തന്നുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു സ്നേഹം തിരിച്ചു നൽകുവാൻ ഈശോ നമ്മളെ നിർബന്ധിക്കുകയാണ്. ആ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവനെന്നും ആ സംസ്കാരത്തിൽ തന്നെ ജീവിക്കണം. ഈ കൃപ നമുക്ക് തമ്പുരാനോട് ചോദിച്ചു മേടിക്കാം. കർത്താവേ, തിന്മയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം എനിക്ക് നൽകണമേ. അങ്ങ് തന്ന ദിവ്യകാരുണ്യ ആ സ്നേഹത്തിനെതിരെ, ദിവ്യകാരുണ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ തെറ്റുകളെക്കുറിച്ചെല്ലാം എനിക്ക് ആഴമായ ബോധ്യം നൽകി തിരുത്താൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ദിവ്യകാരുണ്യം ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി തന്ന അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങളെന്നും നന്ദി പറയുന്നു. അങ്ങയുടെ ശരീരം ഭക്ഷിച്ചും രക്തം പാനം ചെയ്തും എന്നും അങ്ങയോടൊപ്പം വളരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ നാഥേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഈശോയോട് ചേർത്ത് ഞങ്ങളെ എപ്പോഴും നിർത്തണമേ. ഒരിക്കൽ പോലും ദിവ്യകാരുണ്യ സ്നേഹത്തിനെതിരായി തെറ്റ് ചെയ്യുവാൻ ഒരിക്കലും അമ്മേ ഞങ്ങൾക്ക് ഇടയാക്കരുതേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.